അർജുൻ്റെ കുടുംബത്തിൻ്റെ പരാതിയിൽ മനാഫിനെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നു എന്നൊരു വാർത്ത വരുന്നു. കലാപാഹ്വാനത്തിനാണ് ചേവായൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. FIRന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. AK അഭിലാഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. കമ്മിറ്റി പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന അർജുൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യത്തിനു പിന്നാലെ സേവ് അർജുൻ ആക്ഷൻ കമ്മിറ്റി പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. ആ വാർത്ത ആശങ്കപ്പെടുത്തുന്നൊരു വാർത്തയാണ്. മനാഫിനെതിരെ കുടുംബം നിലപാട് കടുപ്പിക്കുകയാണോ? ഈ ചേവായൂർ പോലീസിന് എന്ത് പരാതിയാണ് കുടുംബം കൊടുത്തിരിക്കുന്നത്? കലാപാഹ്വാനം അടക്കമുള്ള വളരെ ഗുരുതരമായ വകുപ്പുകൾ ചേർക്കണമെങ്കിൽ ആ പരാതിയിൽ അത് ഉണ്ടാകണമല്ലോ. എന്ത് കലാപാഹ്വാനമാണ് മനാഫ് നടത്തിയതെന്നാണ് കുടുംബം പറയുന്നത്? അഭിലാഷ്. അരുൺകുമാർ, സമാനതകളില്ലാത്ത ഒരു ദൗത്യം പൂർണ്ണ വിജയത്തിലെത്തിയപ്പോൾ അതിനുശേഷമുണ്ടായ വിവാദങ്ങളൊക്കെ കേരള സമൂഹം ഒട്ടും ആഗ്രഹിക്കുന്ന തരത്തിലല്ല ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം അർജുന്റെ കുടുംബം മനാഫിനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെ തന്നെ അർജുന്റെ കുടുംബത്തിനെതിരെ വലിയ തോതിലുള്ള സൈബർ ആക്രമണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായത്. ഇതിന് ശേഷം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ മനാഫ് ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർക്കുകയും അർജുന്റെ കുടുംബത്തിനെതിരെയുള്ള ഇത്തരത്തിലുള്ള അറ്റാക്ക് അവസാനിപ്പിക്കണമെന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെക്കുകയും ചെയ്തു. പക്ഷേ ഇതിന് സമാനമായ അതേ ഒരു സമയത്ത് തന്നെയാണ് അർജുന്റെ സഹോദരിയെ അഞ്ജു സിറ്റി പോലീസ് കമ്മീഷണർക്ക് തങ്ങൾ നേരിടുന്ന സൈബർ അറ്റാക്കിങ്ങിനെതിരെ ഒരു പരാതി നൽകിയത്. ഈ പരാതി മെഡിക്കൽ കോളേജ് പോലീസിന് കൈമാറുകയും ചെയ്തു. ACPക്കാണ് അന്വേഷണ ചുമതല. ഈ പരാതിയിലാണ് ഇപ്പോൾ മനാഫിനെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. BNS 120, അതോടൊപ്പം BNS 192, അതോടൊപ്പം തന്നെ 120O, കേരള പോലീസ് ആക്ട് 120O എന്നീ 2 വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ തന്നെ പോലീസ് വ്യക്തമാക്കിയിരുന്നു മനാഫിന്റെ ചില പ്രതികരണങ്ങൾ ഈ കുടുംബത്തിന് അപകീർത്തി ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് എന്ന് ഇന്നലെ പോലീസ് വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേസെടുത്തുകൊണ്ടുള്ള അന്വേഷണം മുന്നോട്ട് പോയിരിക്കുന്നത്. ഏതായാലും കൂടുതൽ പേർക്കെതിരെ FIR എടുക്കുമെന്നുള്ള കാര്യം കൂടി ACP വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം നിരവധി അക്കൗണ്ടുകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള അപകീർത്തികരമായ പരാമർശം ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ മനാഫിനെതിരെ ആദ്യമായി FIR ചാർജ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അർജുന്റെ കുടുംബത്തിന്റെ നിരന്തരമായുള്ള ഒരു ആവശ്യമായിരുന്നു ഈ സേവ് അർജുൻ ആക്ഷൻ കമ്മിറ്റി. അഭിലാഷ്, ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കട്ടെ, ഈ സൈബർ ആക്രമണത്തിന് പിന്നിൽ മനാഫ് എന്ന നിലയിലുള്ള പരാതിയാണോ കുടുംബം കൊടുത്തത്? കാരണം കലാപാഹ്വാനമൊക്കെ ചുമത്തണമെങ്കിൽ മനാഫ് നമ്മളോട് പറഞ്ഞതും മനാഫ് മറ്റു മാധ്യമങ്ങൾക്ക് കൊടുത്തതുമായ വാക്കുകളിലൊന്നും കുടുംബത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള വാക്കുകളായിരുന്നില്ല. അതിലൊരു കലാപാഹ്വാനത്തിൻ്റെ സാന്നിധ്യം നമ്മൾ കണ്ടിട്ടുമില്ല. ഈ കലാപാഹ്വാനം എങ്ങനെ വന്നു ഇതിൽ? ഈ അഞ്ജു നൽകിയിരിക്കുന്ന പരാതിയിൽ ഏതെങ്കിലും വ്യക്തിയുടെ പേരോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളുടെ പ്രസ്ഥാനങ്ങളുടെ പേര് ചേർത്ത് കൊണ്ടായിരുന്നില്ല നൽകിയിരുന്നത് എന്നുള്ളതാണ് നമ്മളോട് ജിതിൻ തന്നെ ഇന്നലെ വ്യക്തമാക്കിയിരുന്നത്. പൊതുവായിട്ട് തങ്ങൾ നേരിടുന്ന ഒരു സൈബർ അറ്റാക്കിങ്ങിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. പക്ഷേ ഇതിന്റെ മൂല കാരണം എന്ന് പറയുന്നത് ഈ മനാഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, മനാഫിന്റെ പ്രതികരണങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മനാഫിലേക്ക് ഈ അന്വേഷണം എത്തുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ കേസ് വളരെ ഗൗരവത്തിൽ തന്നെ പോലീസ് കാണുന്നു എന്നതിന്റെ ഒരു സൂചന കൂടിയാണ് ഇപ്പോൾ മനാഫിനെതിരെ കലാപശ്രമം അടക്കമുള്ള കാര്യങ്ങൾ ചുമത്തി ഈ കേസെടുക്കാൻ പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമായും ചില ഗ്രൂപ്പുകളിലൊക്കെ ഇതിന് സമാനമായ രീതിയിലുള്ള ചില പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ പോലീസിന്റെ ശ്രദ്ധയിൽ ഇതിനകം തന്നെ പെട്ടിട്ടുണ്ട്. ഒരു പക്ഷേ അതുകൊണ്ട് തന്നെ കൂടിയായിരിക്കും ഇത്രയും ഗൗരവമുള്ള വകുപ്പുകൾ കൂടി ചേർക്കാൻ പോലീസ് നിർബന്ധിതരായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അരുൺ. ഓക്കെ, അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. മനാഫിനെതിരെ ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് കലാപാഹ്വാനം അടക്കം നടത്തി എന്നാണ് ഇപ്പോൾ ചേവായൂർ പോലീസിന്റെ കേസിൽ പറയുന്നത്.